നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ പലരെയും വല്ലാതെ അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് സന്ധികളിലെ വേദന. അതും നമ്മുടെ ശരീരത്തിലെ ചെറിയ സന്ധികളിൽ ഉണ്ടാകുന്ന അസഹ്യമായ വേദന മൂലം പ്രശ്നത്തിലായിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഗൗട്ട് എന്നറിയപ്പെടുന്ന ആ സന്ധിവാത രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി ഹലോ ഡോക്ടറിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷിബു ആണ്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഹലോ ഡോക്ടറിലേക്ക്. ഗൗട്ട് എന്ന സന്ധിവാത രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളുമായി ഹലോ ഡോക്ടറിലേക്ക് വിളിക്കാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ. ഡോക്ടർ, ഈ ഒരു സന്ധിവാതം എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രായഭേദമന്യേ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ചെറുപ്പക്കാരിലും ഈ അസുഖം കണ്ടുവരുന്നു. ഇത് ഈ ഗൗട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാതരോഗമാണോ എന്നൊന്നും മനസ്സിലാവാത്ത രീതിയിൽ തന്നെ പലരും ഈ വേദന ഇന്നും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഗൗട്ട് എന്ന സന്ധിവാത രോഗത്തെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? ഗൗട്ട് എന്ന സന്ധിവാത രോഗം സാധാരണ രീതിയിൽ നമ്മൾ മറ്റ് സന്ധിവാത രോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് ഇത് കൂടുതൽ കാണപ്പെടുന്നത് നമ്മുടെ കാലിലെ പെരുവിരലിൻ്റെ സന്ധികളിലാണ്. അല്ലാതെ ചിലപ്പോൾ മുട്ടിലും കൈമുട്ടിലും കാൽമുട്ടിലും കൈവിരലിലൊക്കെ ഇത് വരാം. പക്ഷേ കൂടുതൽ കാണപ്പെടുന്നത് മിക്കവാറും തുടങ്ങുന്നത് ഇവിടെ കാലിലെ പെരുവിരലിൻ്റെ സന്ധികളിലാണ്. അത് മിക്കവാറും അതുവരെ ഒരു രോഗവുമില്ലാതിരുന്ന ഒരാൾ പെട്ടെന്ന് രാത്രി ഒരു 2 മണി 3 മണിയോടടുപ്പിച്ച് പെട്ടെന്ന് കാൽവേദനയായിട്ട് ഞെട്ടി ഉണർന്ന് അസഹനീയമായ വേദനയായിട്ട് പുളയുന്ന ഒരു സിറ്റുവേഷനാണ് സാധാരണ ഉണ്ടാകുന്നത്. അപ്പം ഇതിപ്പം ഏകദേശം പ്രായഭേദമന്യേ ഇപ്പോൾ എല്ലാ ആൾക്കാരിലും കാണപ്പെടുന്നുണ്ട്. പണ്ട് ഇത് രാജാക്കന്മാരുടെ രോഗം എന്നാണ് അറിയപ്പെടുന്നിരുന്നത്. കാരണം വളരെ ഉയർന്ന വരുമാനമുള്ളവരിൽ മാത്രമാണ് ഈ രോഗം കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ സാധാരണ രീതിയിലുള്ള ഇപ്പോഴത്തെ നമ്മുടെ ഭക്ഷണക്രമമൊക്കെ അനുസരിച്ച് മാറിയത് കാരണം ഇപ്പോൾ എല്ലാവരിലും ഈ രോഗങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ വളരെയധികം രോഗികളിൽ ഈ രോഗം കാണപ്പെടുന്നുണ്ട്. ശരിയാണ് ഡോക്ടർ. പലരും ആ ഒരു പ്രശ്നം അനുഭവിക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ ചുറ്റും തന്നെ. ഡോക്ടർ, ഈ ഒരു ഗൗട്ട് എന്ന ഈ രോഗം എങ്ങനെയാണ് യൂറിക് ആസിഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഈ ഹൈപ്പർ യൂറീസീമിയ, അതായത് യൂറിക് ആസിഡിൻ്റെ ബ്ലഡിലെ അളവ് കൂടുമ്പോഴാണ് ഈ ഗൗട്ട് എന്ന രോഗം ഉണ്ടാകുന്നത്. സാധാരണ രീതിയിൽ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ്. നമ്മുടെ ശരീരം പുറന്തള്ളുന്ന ഒരു വസ്തുവാണ് യൂറിക് ആസിഡ്. അപ്പോൾ ഈ പ്രോട്ടീൻ മെറ്റബോളിസം, നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനൊക്കെ അതിൻ്റെ ശരീരത്തിലൂടെ കടന്നു പോയിട്ട് അവസാനം വരുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റ്, ഒരു പ്രോട്ടീനിലുള്ള പ്യൂരിൻസാണ് അതിൻ്റെ ഒരു വേസ്റ്റ് പ്രോഡക്റ്റായിട്ടാണ് ഈ യൂറിക് ആസിഡ് വരുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. സാധാരണ ഒരു 3.5 to 7 ആ ഒരു റേഞ്ചിൽ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അത് കൂടുമ്പോഴാണ് ഹൈപ്പർ യൂറീസീമിയ എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ ഹൈപ്പർ യൂറീസീമിയയും ഗൗട്ടായി മാറണമെന്നില്ല. പക്ഷേ ഹൈപ്പർ യൂറീസീമിയ കൂടിയിട്ട് അത് സന്ധികളെ ബാധിക്കുമ്പോഴാണ് അതിന് ഗൗട്ടെന്ന് പറയുന്നത്. അപ്പോൾ യൂറിക് ആസിഡ് സാധാരണ രീതിയിൽ കിഡ്നിയാണ് യൂറിക് ആസിഡിനെ പുറന്തള്ളുന്നത്. ഇപ്പോൾ ചില കണ്ടീഷനിൽ നമ്മുടെ ശരീരത്തിൻ്റെ യൂറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കൂടാം, ചില രോഗങ്ങളിൽ അങ്ങനെ വരാം. അതുപോലെ ചില കണ്ടീഷനിൽ നമ്മുടെ ഉണ്ടാകുന്ന യൂറിക് ആസിഡ് സാധാരണ നിലയിൽ തന്നെ പുറത്തോട്ട് പോകാതിരിക്കാം. അപ്പോൾ ഇതെല്ലാം ബ്ലഡിൽ കലർന്നിട്ട് ഈ ഹൈപ്പർ യൂറീസീമിയ എന്ന കണ്ടീഷൻ വരും. അത് നമ്മുടെ ജോയിൻറ്റിലോട്ട് വന്നിട്ട് അവിടെ ഒരു ഈ നീഡിൽ പോലെ, നമ്മുടെ ആണികൾ പോലെ ഉള്ള കുറേ വസ്തുക്കൾ നമ്മുടെ ജോയിൻറ്റിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. അവിടെ ഇങ്ങനെ കെട്ടിക്കിടന്നിട്ടാണ് അത് കൂടുമ്പോഴാണ് നമുക്ക് ഗൗട്ട് എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഡോക്ടർ, ഈ ഒരു അസുഖം നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഈ ഒരു രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കുവാൻ നമുക്ക് ഭക്ഷണത്തിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള മാർഗങ്ങളുണ്ടോ? ഞാൻ ആദ്യമേ പറഞ്ഞു, അത് മുമ്പ് ഇത് രാജാക്കന്മാരുടെ ഒരു രോഗമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ഉയർന്ന വരുമാനക്കാരുടെ. അവർ കഴിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണങ്ങൾ പലതരം ഭക്ഷണങ്ങൾ ഈ യൂറിക് ആസിഡ് വളരെ കൂടുതൽ അളവ് ഉള്ളതാണ്. അതായത് നമ്മുടെ ഇറച്ചി വർഗ്ഗങ്ങൾ, റെഡ് മീറ്റ് എന്ന് പറയും. ഇപ്പം ചിക്കൻ അല്ലാതെ ബാക്കിയുള്ള ഇറച്ചി വർഗ്ഗങ്ങൾ, ബീഫ്, മട്ടൺ, അങ്ങനെയുള്ള വസ്തുക്കൾ. പിന്നെ അതുപോലെ ആൽക്കഹോൾ, അതായത് നമ്മുടെ മദ്യപാനം, അതിൽ ഏറ്റവും കൂടുതലുള്ളത് ബിയർ പോലുള്ള മദ്യത്തിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. അത് കഴിക്കുമ്പോഴാണ് കൂടുതൽ ഇതുണ്ടാകുന്നത്. അതുപോലെ പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് ഇപ്പം നമ്മുടെ ഈ
ഷെൽഫിഷ്, അതായത് ഈ കക്ക, കൊഞ്ച്, ഞണ്ട് ഇങ്ങനെയുള്ള ഇതിലൊക്കെ വളരെ കൂടുതലാണ്. സാധാരണ ഭക്ഷണത്തെക്കാളും യൂറിക് ആസിഡിൻ്റെ ഇത് വളരെ കൂടുതൽ വരും. അപ്പോൾ ഇത് കൂടുതൽ കഴിക്കുന്നവർക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡോക്ടർ, ഈ ഒരു അസുഖത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു പൊതുവായ ഒരു സംശയം എന്ന് പറയുന്നത് ഇത് പാരമ്പര്യമായി വരാൻ സാധ്യതയുള്ളതാണോ എന്നാണ്. അങ്ങനെ ഒരു സംശയം ഈ രോഗവുമായി ബന്ധപ്പെടുത്തി ഉയർത്തേണ്ട ആവശ്യമുണ്ടോ? വളരെ കുറച്ച് പേർക്ക് ഇത് പാരമ്പര്യമായിട്ട് വരാറുണ്ട്. അത് ചെറിയ കണ്ടീഷനിൽ ലക്ഷ്മീകാം സിൻഡ്രോം അങ്ങനെയുള്ള ചില കണ്ടീഷൻസുകളിൽ മാത്രമേ അത് പാരമ്പര്യമായിട്ട് വരാറുള്ളൂ. പക്ഷേ സാധാരണ നമ്മുടെ ഭക്ഷണക്രമവുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ ഇത് കാണപ്പെടുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഈ ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ടാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നതെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ഇപ്പോൾ ഈ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന റെഡ് മീറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ, ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ, ഇതൊക്കെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ നമുക്കൊരു പക്ഷേ ഇത് നിയന്ത്രിക്കുവാൻ സാധിക്കുമായിരിക്കും. എന്നാൽ അതല്ലാതെ മറ്റെന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു രോഗം വരാതിരിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതശൈലിയിൽ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? നമ്മുടെ ഇതൊരു ജീവിതശൈലി രോഗമാണ്. അതായത് ഇപ്പോൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ പോലെ തന്നെ ഒരു ജീവിതശൈലി രോഗമാണ്. മാത്രമല്ല ഈ യൂറിക് ആസിഡ് ഹൈപ്പർ യൂറിസീമിയ എന്ന കണ്ടീഷൻ ഈ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഹൈപ്പർ യൂറിസീമിയ ഉള്ള ഒരാൾക്ക് ഡയബറ്റീസ് വരാനും ഈ പ്രഷർ കൂടാനും അതിനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മാത്രമല്ല ഈ ഇപ്പം ജോയിൻറ്റിനെ അഫക്റ്റ് ചെയ്തതാണ് ഗൗട്ട് എന്ന് പറയുന്നത്. ഈ ജോയിൻറ്റിനെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത്. യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ അത് ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാം, അതുപോലെ സ്ട്രോക്ക് വരാം. ഇങ്ങനെയുള്ള പല കണ്ടീഷൻസും ഇത് കാരണം ഉണ്ടാവാം. അപ്പം ഇത് ഹൈപ്പർ യൂറിസീമിയ ഉള്ള ആൾക്ക് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ വരെയുള്ള ചാൻസ് കൂടുതലാണ്. ജീവിതശൈലി അപ്പോൾ നമ്മൾ മൊത്തത്തിൽ മാറ്റേണ്ടി വരും. അതായത് നമ്മൾ എക്സസൈസ് അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എക്സസൈസ് ചെയ്യുന്നവർക്ക് ഇതിന് ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ റെഗുലറായിട്ട് വളരെ വലിയ എക്സസൈസ് അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ നടത്തം, ചെറിയ ഓട്ടം, അതുപോലെ നീന്തൽ, സൈക്കിൾ ചവിട്ടുക ഇങ്ങനെയുള്ള ഇതൊക്കെ ദിവസവും ചെയ്യുന്നവർക്ക് ഇതിൻ്റെ തീവ്രത വളരെ കുറവായിരിക്കും. ചിലപ്പം വരാതെ തന്നെ ഇരിക്കാം. പിന്നെ ഭക്ഷണക്രമം, നേരത്തെ പറഞ്ഞ കുറച്ച് ഭക്ഷണങ്ങൾ, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ വളരെ ഒഴിവാക്കണം അല്ലെങ്കിൽ കുറയ്ക്കണം. കുറയ്ക്കുന്നതോടെ നമുക്ക് ഇതിൽ നിന്ന് ഒരു രക്ഷ നേടാൻ സാധിക്കും. ശരിയാണ് ഡോക്ടർ. ഈ പലപ്പോഴും പലർക്കും ഈ സന്ധിവേദന എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ്. ഇപ്പോൾ നമുക്കറിയാം വാതരോഗം തന്നെ പല തരത്തിലുള്ള വാതരോഗങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം ഒരു കോമൺ ലക്ഷണങ്ങളായിട്ട് കാണുന്ന ഒന്നാണ് ഈ സന്ധികളിലെ വേദന. അപ്പോൾ മറ്റു വാതരോഗങ്ങളിൽ നിന്നും ഗൗട്ടിനെ നമുക്ക് എങ്ങനെ വേർതിരിച്ചറിയാൻ പറ്റും? ഗൗട്ടിൻ്റെതായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഗൗട്ടിൻ്റെതായ ലക്ഷണമാണ് ആദ്യം ഞാൻ പറഞ്ഞത്. ഇതിൽ മറ്റ് സന്ധിവാതങ്ങളിലും വ്യത്യസ്തമായിട്ട് ഇതിൽ വേദന പൊതുവേ വരുന്നത് രാത്രി ഉറക്കത്തിലായിരിക്കും പൊതുവേ. അതുപോലെ പെരുവിരലിൻ്റെ അസ്ഥികളിലായിരിക്കും സാധാരണ വേദന കാണുന്നത്. വേദന മാത്രമല്ല, അവിടെ ഒരു നല്ല നീർവീക്കവും അവിടെ ഒരു ചുവപ്പ് കളറും ഒരു ഇൻഫെക്ഷൻ പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. അതുപോലെ വളരെ തീവ്രമായ വേദനയായിരിക്കും. മറ്റ് സന്ധിവാതത്തെക്കാളൊക്കെ വളരെ വളരെ തീവ്രമായ വേദനയാണ് ഇതിന് അനുഭവപ്പെടുന്നത്. അനുഭവസ്ഥർ പറയുന്നത് വളരെ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയായിരിക്കും. മാത്രമല്ല ഇതൊരു മരുന്ന് കഴിക്കുമ്പോൾ കുറച്ച് ഒരാഴ്ച കൊണ്ട് അത് മാറിക്കിട്ടും. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് അത് ഒരു 2-3 മാസം കഴിയുമ്പോൾ വീണ്ടും അതേ സ്ഥലത്ത് അല്ലെങ്കിൽ വേറൊരു ജോയിൻറ്റിൽ വേദന വരാം. വീണ്ടും ഇതേപോലെ തന്നെ വേദന വരാം. നമ്മൾ മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ എക്സസൈസ് ചെയ്യാതിരിക്കുകയോ ഈ റെഡ് മീറ്റൊക്കെ കൂടുതൽ കഴിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു 3-4 മാസം കഴിയുമ്പോൾ പിന്നും വേദന വരും. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ട് പോയി വീണ്ടും വരുന്ന ഒരു അസുഖമാണ്. അതായത് നമ്മളൊരു ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനൊക്കെ പോലെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്താനേ പറ്റുള്ളൂ. ആ രോഗം ഒരിക്കലും അങ്ങ് മാറുന്നില്ല, വീണ്ടും വരാം. അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം വരുന്നത് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത ഇത് വന്നെങ്കിൽ പിന്നെ വരുന്നത് ചിലപ്പോൾ കുറച്ചുകൂടെ അടുത്തടുത്തായിരിക്കും. അപ്പോൾ ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് എല്ലാ ആഴ്ചയിലും വേദന വരാം. പിന്നെ വേദന വന്നിട്ട് മാറാതിരിക്കാം. അങ്ങനെയുള്ളൊരു കണ്ടീഷനും എത്തും. അതെ, വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്, തലശ്ശേരിയിൽ നിന്നും കുഞ്ഞിക്കണ്ണൻ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. കാലിന്റെ മടമ്പ് എനിക്ക് വേദന. ഇപ്പോൾ ഒരു മാസത്തിന് മേലെ കാണിക്കുന്നത്. കാലിന്റെ പാദത്തില് കാലിന്റെ മടമ്പുണ്ടല്ലോ, മടമ്പ് കാലിന്റെ വലത്തെ കാലിന്റെ പാദത്തിന്റെ പടത്തില് അടിവശം. അതുപോലെ തന്നെ കാലിന്റെ മുട്ടും. എത്ര വയസ്സുള്ള ആളാണ്? എനിക്കിപ്പോ 70 വയസ്സായി.
കാലിൻ്റെ പടത്തിലും മുട്ടിലുമാണ് വേദന. ആ. ഇപ്പോൾ 70 വയസ്സൊക്കെ ആകുമ്പോൾ സാധാരണ രീതിയിൽ അത് ഒരു തേയ്മാനം, അതായത് നമ്മുടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നുള്ള രോഗത്തിനുള്ള ആ ഒരു സമയമാണ് പൊതുവേ. അപ്പോൾ അത് ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി ചികിത്സിക്കേണ്ടിയിരിക്കുന്നു. അത് കൂടാതെ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസോ മറ്റ് സന്ധിവാതങ്ങളോ ഉള്ള ആൾക്ക് പോലും യൂറിക് ആസിഡ് കൂടിയിട്ട് ഗൗട്ടിൻ്റെ ലക്ഷണങ്ങൾ കാണാം. അപ്പോൾ അത് യൂറിക് ആസിഡിനോട് നോക്കേണ്ടിയിരിക്കുന്നു. പ്രേക്ഷകന് മനസ്സിലായി എന്ന് കരുതുകയാണ്. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നത് ഈ മറ്റ് രോഗങ്ങളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഇതിൻ്റെ ഈ വേദനയുടെ തീവ്രതയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഇത് പലപ്പോഴായി ഇതിൻ്റെ ഒരു ആവൃത്തി കുറഞ്ഞു വരികയും ഇത് ഇപ്പോൾ ഒരു മാസത്തിൽ വന്നുകൊണ്ടിരുന്നത് ആഴ്ചയിൽ വരികയും പിന്നെ തുടർച്ചയായി വരികയും ചെയ്യുന്നൊരു സാഹചര്യമാണല്ലോ. അപ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ചികിത്സ എന്ന് പറയുമ്പോൾ ഏതൊക്കെ രീതിയിലാണ്? ചികിത്സ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ എക്സസൈസ്, പിന്നെ ഇത് ട്രിഗർ ചെയ്യുന്ന, അതായത് കൂടുതലാവുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുക, മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കുക. അതുകൂടാതെ ഇതിന് മരുന്നുകളുണ്ട്. ഇപ്പം ഫെബുക്സോസ്റ്റാറ്റ് അല്ലെങ്കിൽ അലോപ്യൂറിനോൾ തുടങ്ങിയ മരുന്നുകൾ ഇതിന് വളരെ ഫലപ്രദമായിട്ട് കാണപ്പെടുന്നു. അപ്പം പക്ഷേ ഇതെല്ലാം ആദ്യത്തെ നല്ല വേദനയുള്ള സമയത്ത് ഇത് കൊടുത്താൽ അത് ആദ്യത്തെ കണ്ടീഷനിൽ ഒരു പെട്ടെന്നൊരു യൂറിക് ആസിഡ് കൂടിയിട്ടാണ് കുറയുന്നത്. അപ്പോൾ ആദ്യം കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ മറ്റ് വേദന സംഹാരി NSAIDs എന്നറിയപ്പെടുന്ന വേദന സംഹാരികൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല ഇതിൻ്റെ ചികിത്സ ഒരു തുടർ ചികിത്സയാണ്. അതായത് വേദന മാറിയിട്ടും ഗുളിക കഴിച്ച വേദന മാറും, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും വരും. അപ്പോൾ ഇത് കുറച്ച് നാളത്തേക്ക് തുടർച്ചയായിട്ട് ചികിത്സ എടുക്കണം. അതുകൂടാതെ കൂടെ രക്തം പരിശോധിച്ച് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്നുകൾ കഴിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിനെ മരുന്നുകൾ കൊണ്ട് ഒന്ന് നിയന്ത്രിച്ച് പോകുവാനേ സാധിക്കുകയുള്ളൂ, പൂർണ്ണമായി മാറാൻ എന്തായാലും സാധിക്കുന്നില്ല എന്നാണ് ഡോക്ടർ ഇപ്പോൾ മനസ്സിലാക്കി തന്നത്. ഈ നമ്മുടെ ഈ ഒരു രോഗമുള്ള ഒരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഒരു ഡെയിലി ലൈഫ് എങ്ങനെയായിരിക്കും അവരുടെ ജീവിതചര്യയെ നമുക്ക് ക്രമപ്പെടുത്തുവാൻ പറ്റുക? എന്നുള്ള എക്സസൈസ്, ഡെയിലി എക്സസൈസ് വേണം. മറ്റേത് കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ പറഞ്ഞല്ലോ, അപ്പോൾ അത് കഴിവതും ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുക. പിന്നെ വണ്ണം കൂടാതിരിക്കാൻ നോക്കുക. കാരണം വണ്ണമുള്ളവർക്ക് ഇത് വളരെ കൂടുതൽ കാണപ്പെടുന്നുണ്ട്. വണ്ണം കൂടാതിരിക്കുക. ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കൊരു നോർമൽ ലൈഫ് തന്നെ, ഈ രോഗം ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു സാധാരണ ജീവിതം തുടരാവുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. അദ്ദേഹം കൊച്ചിയിൽ നിന്നാണ് നമ്മളോടൊപ്പം ചേരുന്നത്. കേണൽ കുമാർ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. പറഞ്ഞോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. കേൾക്കാം. ഞാനൊരു റിട്ടയർഡ് കേണലാണ്, ആർമി ഓഫീസറാണ് ആയിരുന്നു. ഈ 2 ആങ്കിളിലും ഒരു സ്വെല്ലിംഗ് ഉണ്ട്. അതിന് ബർസൈറ്റിസ് എന്നാണ് ഇവർ പറയുന്നത് ഡോക്ടർമാരൊക്കെ. അതിന് ഞാൻ കുറേയൊക്കെ നടന്നു നോക്കി, പക്ഷേ 2 ദിവസം നടന്നിട്ടില്ലെങ്കിൽ ശരിയാവും, പക്ഷേ വീണ്ടും അത് എന്നെ ട്രബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വാട്ട് ഈസ് ദ റെമഡി ഡോക്ടർ? എത്ര വയസ്സുള്ള ആളാണ്? എനിക്ക് 70 വയസ്സ് കഴിഞ്ഞു, 71ആയി. അപ്പം ഇത് ഈ വേദന എപ്പോഴാണുള്ളത്? രാവിലെ എണീക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് കാല് കുത്താതിരിക്കാൻ പറ്റുന്നു, അങ്ങനെ വല്ലതുമാണോ? ഡോക്ടർ. അത് നടക്കുമ്പോൾ കൂടുകയാണോ, കുറച്ച് നടന്നു കഴിഞ്ഞാൽ അത് കുറയുകയാണോ ചെയ്യുന്നത്? കുറച്ച് നടന്നു കഴിഞ്ഞാൽ അത് കുറയും. കേട്ടില്ല. കുറച്ച് നടന്നു കഴിഞ്ഞാൽ കുറയും, പക്ഷെ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും. രാവിലെ എണീക്കുമ്പോഴാണ് വളരെ കൂടുതൽ വേദന. ഈ ജോയിന്റിൽ തന്നെയാണോ അതോ ഉപ്പുറ്റിക്ക് താഴെയാണോ, എവിടെയായിട്ടാണ് വേദന? ഉപ്പുറ്റിയിൽ തന്നെയാണ്. അത് സാധാരണ രീതി അതൊരു പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് എന്ന് പറഞ്ഞ രോഗമാവാനാണ് സാധ്യത. അപ്പോൾ അവിടെ നമ്മുടെ ഉപ്പുറ്റിയുടെ അടിയിൽ ഒരു ഫേഷ്യയുണ്ട്, അപ്പോൾ അത് തിക്കൻഡ് ആവുകയും അങ്ങനെയുള്ള കണ്ടീഷനിലാണ് അത് വരുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും അസുഖമുണ്ടോ? ഡയബറ്റീസോ തൈറോയിഡോ അങ്ങനെ എന്തെങ്കിലും അസുഖം? യൂറിക് ആസിഡ് നോക്കിയിട്ടുണ്ടോ? യൂറിക് ആസിഡ് നോർമലാണ് ചെക്ക് ചെയ്തപ്പോൾ. സാധാരണ ഈ രോഗങ്ങളിലുള്ള ഗൗട്ടിൻ്റെ യൂറിക് ആസിഡ് കൂടിയാലും ഇങ്ങനെ വരാം. അതുപോലെ തന്നെ ഈ ഡയബറ്റീസ് അല്ലെങ്കിൽ തൈറോയിഡ് തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്ക് ഈ പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം ചെയ്യേണ്ടത് ഈ ബ്ലഡൊക്കെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്റേയും കൂടെ എടുത്ത് നോക്കുക. ചിലപ്പോൾ അവിടെ ഒരു സ്പർ പോലെ കാണാം. അതിനുള്ള നമുക്ക് പ്രത്യേക ഫുട്വെയറൊക്കെ കിട്ടും. അതുപോലെ കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്താൽ അത് കുറച്ച് ദിവസം കൊണ്ട് മാറിക്കിട്ടുന്നതായിരുന്നു. ഡോക്ടർ, നമ്മൾക്കൊരു പ്രേക്ഷകയുണ്ട്.
തിരുവനന്തപുരത്തു നിന്നും ഫെസീന ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സർ. പറഞ്ഞോളൂ. എൻ്റെ ഹസ്ബൻഡിന് ഒരു വർഷം മുന്നേ ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരുന്നേ. അപ്പം അതിനുശേഷം ഒരു 2-3 മാസത്തിന് ശേഷം കാലിലൊക്കെ പെയിൻ വന്നു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പം യൂറിക് ആസിഡിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഫെബുജെറ്റ് എന്ന് പറഞ്ഞൊരു മെഡിസിൻ കഴിച്ചു. ആ സമയത്ത് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പം മരുന്ന് കഴിച്ച് 1 മാസം കണ്ടിന്യൂ ചെയ്തിട്ട് റീചെക്ക് ചെയ്തു. കുറയുകയാണെങ്കിൽ ഡോക്ടർ മരുന്ന് മാറ്റാമെന്ന് പറഞ്ഞു. ഇപ്പം പക്ഷെ ആ മരുന്ന് കുടിക്കുന്ന സമയത്ത് കുറയണു, പിന്നെയും സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും അത് തന്നെ വരികയാണ്. അപ്പം അതുകൊണ്ട് തൈറോയിഡിന്റെ ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഇത് കംപ്ലീറ്റ് ഒരു റെമഡി ഇതിനുണ്ടോ? ഇത് എങ്ങനെയാ, ഇത് ഇങ്ങനെ റിക്കറന്റ് ആയിട്ട് വന്നുകൊണ്ട് തന്നെ ഇരിക്കോ എന്താണെന്ന് അറിയാൻ വേണ്ടി. ഹസ്ബൻഡ് വണ്ണമുള്ള ആളാണോ? അല്ല, വണ്ണമൊക്കെ 72 കിലോ ഉണ്ടായിരുന്നു. ഇപ്പൊ 1 വർഷം കൊണ്ട് ആളത് കുറച്ച് ഇപ്പൊ 62 കുറയ്ക്കുന്നതനുസരിച്ച് പൊതുവേ യൂറിക് ആസിഡ് കുറയാറുണ്ട്. അതുപോലെ എക്സസൈസ് ഡെയിലി ഇപ്പം ചെയ്യാൻ പറ്റുന്ന എക്സസൈസ്, നീന്തലൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. നടക്കാറാണ് ചെയ്യാറ്. 30 to 45 മിനിറ്റ് ഡെയിലി നടക്കും. അതെ, അങ്ങനെയുള്ള എക്സസൈസ് ചെയ്യുക. പിന്നെ ഈ റെഡ് മീറ്റ് പോലുള്ള സാധനങ്ങൾ ഉപേക്ഷിക്കുക. അതൊക്കെ ഇപ്പൊ ഒരു 1 year ആയിട്ട് തീരെ കഴിക്കാറൊന്നുമില്ല. അങ്ങനത്തെ പിന്നെ സിട്രസ് ഫ്രൂട്ട്സിന് വളരെ നല്ലതാണ്. അതായത് നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ഓറഞ്ച്, അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇതിന് വളരെ നല്ലതാണ്. പപ്പായ, അതൊക്കെ വളരെ നല്ലതാണ്. അപ്പൊ ഈ ഒരു മരുന്നുകൊണ്ട് ഇപ്പൊ ഈ കാർഡിയാക്കിന്റെ ഇഷ്യൂ സാധാരണ രീതിയിൽ മരുന്ന് കഴിക്കുമ്പോൾ ഇത് കുറഞ്ഞിട്ട് മരുന്നിന്റെ ഡോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും വരാം. അപ്പോൾ അത് ആ ഡോസ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യൂറിക് ആസിഡ് നോക്കിക്കൊണ്ടിരിക്കണം. ഡോസ് കുറച്ചിട്ട് വേണമെങ്കിൽ 1-2 ദിവസം വേണമെങ്കിലും കഴിക്കാം ഗുളിക. ഈ മരുന്നുകൊണ്ട് ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവോ? ഈ കാർഡിയാക്കിന്റെ പ്രശ്നം കൂടെ ഉള്ള ആളായതുകൊണ്ട് എന്തായാലും യൂറിക് ആസിഡ് കൂടുന്നതിന്റെ ഇഷ്യൂ അത്രയും എന്തായാലും മരുന്ന് കൊണ്ട് വരത്തില്ല. ഏത് മരുന്ന് കഴിച്ചാലും എന്തെങ്കിലും ചെറിയൊരു സൈഡ് എഫക്റ്റ് ഒക്കെ കാണും. പക്ഷേ അത് നമ്മൾ ആ രോഗം കൊണ്ടുണ്ടാകുന്ന എഫക്റ്റിനേക്കാളും വളരെ വളരെ കുറവായിരിക്കും. കാരണം യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം, പിന്നെ അത് വെച്ച് തന്നെ ഡയബറ്റീസ് വരാം. അപ്പോൾ അങ്ങനെ അതുപോലെ പല ഭാഗത്തെയും ഇത് ബാധിക്കാം. അപ്പോൾ അതുകൊണ്ട് അത് എന്തായാലും യൂറിക് ആസിഡിനുള്ള ചികിത്സ ചെയ്തേ പറ്റുള്ളൂ കൂടുതലാണെങ്കിൽ. അപ്പോൾ അത് കുറയ്ക്കാൻ പറ്റുന്ന രീതികളിൽ ഈ എക്സസൈസും വണ്ണം കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. വളരെ കോമൺ ആയിട്ടുള്ള കുറേയധികം സംശയങ്ങളാണ് നമ്മുടെ പ്രേക്ഷക ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഡോക്ടർ, ഇപ്പോൾ പ്രേക്ഷക പങ്കുവെച്ച പോലെയുള്ള സംശയങ്ങളാണ് എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. പ്രത്യേകിച്ചും ഈ ഡോക്ടർ ഇപ്പോൾ എടുത്തു പറഞ്ഞൊരു കാര്യം, എക്സസൈസ് അത് ഈ രോഗത്തിനെ വളരെയധികം നിയന്ത്രിക്കുവാൻ സഹായകരമാണെന്നാണ്. അപ്പോൾ ഏത് ടൈപ്പ് എക്സസൈസാണ് ഇപ്പോൾ പലരുടെയും മനസ്സിലേക്ക് ചിലപ്പോൾ ആദ്യം ഓടി വരുന്നത്, അല്ലെങ്കിൽ എല്ലാ ദിവസവും കൃത്യമായ ഒരു സമയത്ത് ജിമ്മിൽ പോവുക അല്ലെങ്കിൽ നടക്കുക, ഇങ്ങനെയുള്ള എക്സസൈസ് ആയിരിക്കും കൂടുതൽ അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക. അല്ല, വളരെയധികം എക്സേർട്ട് ചെയ്യുന്നുള്ള എക്സസൈസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കുക, ആ എക്സസൈസ് അല്ല. നമ്മൾ നടക്കുക, ജോഗിങ്, ചെറിയ രീതിയിലുള്ള ഓട്ടം, അല്ലെങ്കിൽ സ്വിമ്മിങ്, നീന്തൽ, ഇങ്ങനെയുള്ള എക്സസൈസ്, അല്ലെങ്കിൽ സൈക്കിൾ ഓട്ടുക. അപ്പോൾ ഇതൊക്കെ വളരെ ഈ ബോഡിക്ക് മൊത്തത്തിൽ എഫക്റ്റ് വരുന്ന എക്സസൈസുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സസൈസ് ആർക്കും ചെയ്യാൻ പറ്റും. ഇപ്പം ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാൾക്ക് പോലും പിന്നീട് അതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്ട്രോക്ക് വന്ന ഒരാൾക്കും റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ചെറിയ തോതിലെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള എക്സസൈസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് ചെയ്യുക. വല്ലപ്പോഴും ചെയ്യുന്നതിൽ കാര്യമില്ല, ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ റെഗുലറായിട്ട് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുക, അല്ലെങ്കിൽ 1-2 ദിവസമെങ്കിലും ചെയ്താൽ അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് ബോഡിക്ക് കിട്ടും. പിന്നെ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വണ്ണം കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് വെച്ച് തന്നെ 2 രീതിയിൽ യൂറിക് ആസിഡ് കുറയ്ക്കാൻ പറ്റും. ഒരു കഠിനമായ വ്യായാമങ്ങൾ കൊണ്ടല്ല ഇത് നിയന്ത്രിക്കേണ്ടത്. അതെ, കഠിനമായ വ്യായാമം കൊണ്ടല്ല. ഡോക്ടർ, നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷക കൂടി ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും കല ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, എനിക്ക് എൻ്റെ കൈവിരലുകൾ മടക്കാനായിട്ട് പറയാവോ? കേൾക്കുന്നില്ല. കൈവിരലുകൾ മടക്കാനായിട്ട് രാവിലെ എണീക്കുമ്പോഴാണ് കൂടുതൽ പ്രയാസം. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ പതുക്കെ മടക്കാനൊക്കെ പറ്റുന്നുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? ഈ കൈവിരലുകൾക്ക് മാത്രമേ ഉള്ളോ അതോ ബാക്കി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? വലത് കൈയിലെ വിരലുകൾ മാത്രമേ ഉള്ളൂ, ഇടത് കൈക്കില്ല. ഇതിൻ്റെ ലക്ഷണം എത്ര വയസ്സുണ്ട്? 57. ഓക്കെ. ഈ പ്രായത്തിൽ സാധാരണ സ്ത്രീകൾക്ക് കാണപ്പെടുന്നത് മറ്റേ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നുള്ള ആമവാദം എന്ന് പറയുന്ന രോഗമാണ്.
അപ്പോൾ അതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയ ജോയിൻസ്, പ്രത്യേകിച്ച് ഈ കൈവിരലുകൾ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് മടക്കാനും നിവർക്കാനും പറ്റാതെ വരും. ഏകദേശം 1 മണിക്കൂറോളം ആ വേദനയും ആ ഒരു സ്റ്റിഫ്നെസ് പിടുത്തവും കാണും. അത് കഴിയുമ്പം സാധാരണ രീതിയിൽ നമുക്ക് ജോലി ചെയ്യാനും വേദന കുറവൊക്കെ ആയിരിക്കും. പക്ഷേ അടുത്ത ദിവസം ആകുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ വരും. അപ്പം അത് ആമവാദത്തിൻ്റെ വേദനയെന്ന് പറയാനില്ല. ഞാനിങ്ങനെ കൈ തുറക്കുകയും നിവർക്കുകയും ചെയ്യും. കുറച്ചൊക്കെ കുറവുണ്ട്. എന്നാലും അത് ചൂടുവെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ കുറേ നേരം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ബ്ലഡ് ഒന്ന് പരിശോധിക്കേണ്ടി വരും. രക്തം പരിശോധിച്ചിട്ട് അതിൽ റുമറ്റോയ്ഡ് ഫാക്ടറും അതൊക്കെ നോക്കേണ്ടി വരും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ യൂറിക് ആസിഡും കൂടെ നോക്കേണ്ടി വരും. കാരണം ഇത് ഒരു രോഗമല്ല, ചിലപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള ആൾക്ക് തന്നെ ഈ ഗൗട്ട് എന്നുള്ള ഈ യൂറിക് ആസിഡ് കൂടുന്ന രോഗവും വരാം. അപ്പോൾ ഇതെല്ലാം പരിശോധിക്കേണ്ടി വരും. അപ്പോൾ അത് ഒരു ഡോക്ടറെ കാണിച്ച് ഓർത്തോപീഡിഷനോ അല്ലെങ്കിൽ ഓർത്തോപീഡിഷനെ കാണിച്ച് അത് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതെ, പ്രേക്ഷകയ്ക്ക് വ്യക്തമായി എന്ന് കരുതുകയാണ്. ഡോക്ടർ പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റ് സന്ധിവാത രോഗങ്ങളോടൊപ്പം തന്നെ ഈ രോഗം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അല്ലേ? അതെ അതെ, ഒരേ സമയം 2 രോഗങ്ങളും കാണാം. നമ്മളിപ്പം ബ്ലഡ് പരിശോധിക്കുകയാണെങ്കിൽ ചിലപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ RA ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ യൂറിക് ആസിഡ് ലെവലും കൂടുതലായിരിക്കാം. ഡോക്ടർ, ഈ ഒരു ഏജ് ഗ്രൂപ്പ് എടുത്താൽ ഏത് പ്രായത്തിലുള്ളവർക്കായിരിക്കും ഇത്തരത്തിലുള്ള ഈ ഗൗട്ടിൻ്റെ സാധ്യത വളരെ കൂടുതൽ? കാരണം ഈ സന്ധിവാദം, സന്ധിവേദന ഇന്നിപ്പോൾ പ്രായഭേദമന്യേ മിക്കവരിലും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഗൗട്ട് ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പ് ഉണ്ടാകുമോ? സാധാരണ ഒരു പ്രായപൂർത്തിയായ ആണുങ്ങളിലാണ് ഇത് കൂടുതൽ കാണുന്നത്. പെണ്ണുങ്ങളെ അപേക്ഷിച്ച് ആണുങ്ങളിലാണ് സാധാരണ ഇത് കാണുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്ന രോഗം കാണുന്നത് കൂടുതൽ സ്ത്രീകളിലാണ്. പക്ഷേ ഇത് പുരുഷന്മാരിലാണ് കൂടുതൽ കാണുന്നത്. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞാൽ, അതായത് ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ ഇത് കൂടുതൽ കാണും. അതുവരെ സ്ത്രീകളത് ഒരുവിധം പ്രൊട്ടക്റ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഈസ്ട്രോജൻ എന്നുള്ള ഹോർമോണിൻ്റെ ഇത് പ്രവർത്തനം കാരണം സ്ത്രീകൾക്ക് പൊതുവേ യൂറിക് ആസിഡ് ഈ ആർത്തവ വിരാമം വരെയുള്ള സമയത്തിൽ അധികം കാണാറില്ല. അത് കഴിഞ്ഞിട്ട് ആർത്തവ വിരാമം കഴിഞ്ഞിട്ടാണ് സ്ത്രീകളിൽ യൂറിക് ആസിഡ് കൂടുന്ന അസുഖം വരുന്നത്. സന്ധിവാദം ആമവാദമായിട്ട് വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സ്ത്രീകളിലാണ് ഒരു 40-50 60 വയസ്സുള്ള സ്ത്രീകളിലാണ് കൂടുതലായിട്ട് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കാണുന്നത്. പക്ഷേ ഇവിടെ ഗൗട്ട് കാണുന്നത് ആണുങ്ങളിലാണ് കൂടുതൽ. അതെ ഡോക്ടർ, ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. നമ്മുടെ സമയം ഇവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ, ഈ പലരിലും ചില ആളുകളിൽ RA ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കില്ല, RA ഫാക്ടർ നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം അവർക്കുണ്ടാകും. ഈ ചെറിയ സന്ധികളിൽ നീരുണ്ടാവുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദന അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. പക്ഷേ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ RA ഫാക്ടർ നെഗറ്റീവ് ആയിരിക്കും. അതെന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ ഒരു കാരണം എന്താണ്? RA ഫാക്ടർ എല്ലാവർക്കും പോസിറ്റീവ് ആണെന്നില്ല. ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള ഒരു 80% പേർക്ക് RA ഫാക്ടർ പോസിറ്റീവ് ആവുള്ളൂ. അല്ലാത്തവർക്കും ഇത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കാണാം. പിന്നെ അതിൽ വേറൊരു ടെസ്റ്റൊക്കെ ചെയ്യാറുണ്ട്. CCP ആൻറ്റിബോഡിയൊക്കെ ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ വേറെ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും. RA ഫാക്ടർ മാത്രമല്ല അതിൻ്റെ ഒരു ഘടകമല്ലേ? അതെ, അത് മാത്രമല്ല RA ഫാക്ടർ പോസിറ്റീവ് ആയ എല്ലാം ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും അല്ല, വേറെ പല കണ്ടീഷനിലും RA ഫാക്ടർ പോസിറ്റീവ് ആവാം. പിന്നെ ഈ ജോയിൻ്റ് ഇതുപോലെ ഇപ്പം ഹൈപ്പർ യൂറീസിയമ, യൂറിക് ആസിഡ് നോക്കണം അത് അങ്ങനെയുള്ള കണ്ടീഷനിൽ. ഓക്കെ, അപ്പോൾ എന്തൊരു ഡീറ്റെയിൽഡ് ഒരു ബ്ലഡ് ടെസ്റ്റിന് ശേഷമാണ് ഇതിൽ ഏതാണ് രോഗാവസ്ഥയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ഡോക്ടർ, നമ്മളോടൊപ്പം അവസാന നിമിഷം ഒരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, ആ പ്രേക്ഷകൻ്റെ കോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഡോക്ടർ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഹലോ ഡോക്ടറിനുള്ള സമയം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് ഹലോ ഡോക്ടർ സംസാരിച്ചത് സന്ധിവാദങ്ങൾ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള ഗൗട്ട് എന്ന സന്ധിവാദത്തെക്കുറിച്ചായിരുന്നു. ആ രോഗവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ കാരണങ്ങൾ, ചികിത്സ, ലക്ഷണങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചെല്ലാം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ വിശദമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ R. ഷിബുവാണ്. ഡോക്ടർ വളരെയധികം നന്ദി. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം.